പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ട്രിഗ്നോമെട്രി 9ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് സീക്ക് തീറ്റ ഡിവൈഡഡ് ബൈ സീക്ക് തീറ്റ പ്ലസ് 1 sec theta divided by sec theta plus 1 plus sec theta divided by sec theta minus 1 which is equal to 2 cosec square theta. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? sec theta by sec theta plus 1 plus sec theta by sec theta minus 1 equal to 2 cosec square theta നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് 2015 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്ത് തുടങ്ങണം? ആദ്യം നമ്മൾ ഈ ഭാഗം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ എഴുതാം. sec theta by sec theta plus 1 plus sec theta by sec theta minus 1 ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു. ഇതെന്താണ്? ഭിന്നസംഖ്യകൾ അഡിഷനാണ്. ഭിന്നസംഖ്യകളുടെ അഡിക്ഷനാണ്. അതെങ്ങനെ കൂട്ടണം? ഇതൊന്ന് ഇതിട്ട് ഗുണിക്കുക. sec theta പ്ലസ് 1 ഇൻറ്റു sec theta പ്ലസ് 1 ഇൻറ്റു sec theta. നടുക്കത്തെ ചിഹ്നം എന്താണ്? പ്ലസ്. അതിട്ടുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങോട്ട് ഗുണിക്കണം. sec theta minus 1 into sec theta, sec theta minus 1 into sec theta whole divided by താഴത്തെ രണ്ടും കൂടി ഗുണിക്കുക. sec theta plus 1 into sec theta minus 1. ഓക്കെ, ഗുണിച്ചത് മനസ്സിലായില്ലേ? ഇതും കൂടി ഗുണിച്ചു. പ്ലസ് നടുവത്തെ ചിഹ്നമായിരുന്നു, പ്ലസ് ഇട്ടു. ഇതും കൂടി ഗുണിച്ചു. ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ടും കൂടി ഗുണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു sec theta ഉണ്ട്, ഇവിടെ ഒരു sec theta ഉണ്ട്. അതിന് നമുക്ക് കോമൺ ആയി പുറത്തെടുക്കാം. sec theta ഇത്രയും ടേമിൽ നിന്ന് sec theta പോയപ്പോൾ എന്തുണ്ടായി? sec theta പോയപ്പോൾ എന്താ ബാക്കിയുള്ളത്? sec theta പ്ലസ് 1 ഉണ്ട് അല്ലേ? അതൊരു ബ്രാക്കറ്റിൽ sec theta പ്ലസ് 1 അതുപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ചിഹ്നം പ്ലസ്. ഇനി ഇതിൽ നിന്ന് sec theta പോയാൽ എന്താ ഉള്ളത്? sec theta മൈനസ് 1 അതുണ്ട്. sec theta മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ, ഇതൊന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ച് നോക്കൂ. sec theta പ്ലസ് 1 ഇൻറ്റു sec theta മൈനസ് 1, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എയുടെ സ്ഥലത്ത് sec theta, ബിയുടെ സ്ഥലത്ത് 1. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എയുടെ സ്ഥലത്ത് sec theta, അപ്പോൾ sec square theta മൈനസ് ബിയുടെ സ്ഥലത്ത് 1. ഇനി എന്ത് ചെയ്യണം? ഒന്നും കൂടി നോക്കാം. sec theta ബ്രാക്കറ്റ്, sec theta ബ്രാക്കറ്റ്, sec theta പ്ലസ് 1 പ്ലസ് sec theta മൈനസ് 1. പ്ലസ് 1 മൈനസ് 1 എന്താ വരിക? 0. അപ്പോൾ ഈ 1 അതും പോയി. sec theta പ്ലസ് sec theta 2 sec theta ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? sec square theta മൈനസ് 1 ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റിയിൽ പഠിച്ചത് എന്താണ്? tan square theta ആണല്ലോ. sec theta ഇൻറ്റു sec theta. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? sec theta ഇൻറ്റു sec theta 2 sec square theta ഡിവൈഡഡ് ബൈ ഇവിടെ tan square theta. ആദ്യം ഭിന്നസംഖ്യയായിരുന്നു, അതിനെ ഇവിടെ നിങ്ങട്ടിട്ടു. sec theta പ്ലസ് 1 ഇൻറ്റു sec theta, നടുവത്തെ ചിഹ്നം പ്ലസ് sec theta മൈനസ് 1 ഇൻറ്റു sec theta ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ടും കൂടി ഗുണിച്ചു. sec theta പ്ലസ് 1 ഇൻറ്റു sec theta മൈനസ് 1. ഇനി ഈ ടേമിലും sec theta കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഈ ടേമിൽ നിന്ന് sec theta പോയാൽ ബാക്കി sec theta പ്ലസ് 1 പ്ലസ് ഈ ടേമിൽ നിന്ന് sec theta പോയാൽ ഇവിടെ sec theta മൈനസ് 1 ആണ്. അപ്പോൾ അതങ്ങനെ എഴുതി. അടിയിൽ a+b × a - b മോഡലിലാണ് sec θ + 1 × sec θ - 1
ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരണം. എയുടെ സ്ഥലത്ത് സീക്ക് തീറ്റ, അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ. ബിയുടെ സ്ഥലത്ത് 1. ഇനി സീക്ക് തീറ്റ അതുപോലെ എഴുതി. സീക്ക് തീറ്റ പ്ലസ് സീക്ക് തീറ്റ 2 സീക്ക് തീറ്റ +1 - 1 ഒന്നൊന്ന് കുറയ്ക്കാന്നായി 0. അപ്പോൾ ഇവിടെ +0 അത് വേണ്ട. സീക്ക് സ്ക്വയർ തീറ്റ -1 എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് റിസൾട്ടിൽ ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ അത്രയായി 2 × സീക്ക് തീറ്റ × സീക്ക് തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2 × എന്തായിരുന്നു സീക്ക് തീറ്റ 1 കോസ് തീറ്റ ആയിരുന്നു സീക്ക് തീറ്റ. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എന്താവും 1 കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താ ടാൻ ഈസ് സൈൻ ബൈ കോസ്. അപ്പോൾ ടാൻ സ്ക്വയർ ഈസ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ആണല്ലോ. ഈ ഭിന്നസംഖ്യയുടെ താഴെയും കോസ് സ്ക്വയർ തീറ്റയാണ്, ഈ ഭിന്നസംഖ്യയുടെ താഴെയും കോസ് സ്ക്വയർ തീറ്റയാണ്. 2 മോളിലാണ്. 2 × 1 2 2 sin² തീറ്റ ദാറ്റ് ഈസ് 2 × 1 sin² തീറ്റ ഈസ് കൊസീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മുടെ പ്രൂവ് ചെയ്യേണ്ടതെത്തി, നമ്മൾ ആൻസറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി വെരിഫൈ ദാറ്റ്, എന്താണ് വീട്ടിൽ എന്ന് പറഞ്ഞാൽ വെരിഫൈ ദാറ്റ് കോസ് 2 തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. വെരിഫൈ ദാറ്റ് കോസ് 2 തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്താണ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. 2015 തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാലും കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലും കണക്കാക്കിയാൽ ഒരേ വാല്യൂ ആണ് കിട്ടുക. കോസ് 2 തീറ്റ കണ്ടാലും കിട്ടുന്ന വാല്യൂ തന്നെയാണ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടാലും കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആണല്ലോ ഈസ് ഗിവൺ, അത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടു നോക്കേണ്ടത്. കോസ് 2 തീറ്റ എന്താണെന്ന് കാണണം, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്ന് കാണണം. എന്നിട്ട് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീറ്റ 45 ഡിഗ്രി ആവുമ്പോൾ കോസ് 2 തീറ്റ എന്താ വരിക, കോസ് 2 × തീറ്റ എത്രയായിരുന്നു 45 45 സോ കോസ് 2 × 45 ഈസ് 90. എന്താണ് കോസ് 90 എന്ന് പറഞ്ഞുള്ള വാല്യൂ? എന്താണ് കോസ് 90? 0. എന്താ കോസ് 2 തീറ്റ നമ്മൾ കണ്ടുവച്ചപ്പോൾ അത് 0 ആണ് കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കാണണം. അതൊന്ന് കണ്ടു നോക്കാം. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ് 45 മൈനസ് സൈൻ സ്ക്വയർ 45 45 ദാറ്റ് ഈസ് കോസ് 45. നമുക്കറിയാം വാട്ട് ഈസ് കോസ് 45? 1/√2. അപ്പോൾ കോസ് സ്ക്വയർ 45 എന്താവും? 1/√2 സ്ക്വയർ മൈനസ് എന്താണ് സൈൻ 45? ഓൾസോ 1/√2. സൈൻ സ്ക്വയർ 45 എന്ന് പറയുമ്പോൾ 1/√2 സ്ക്വയർ. 1/√2 സ്ക്വയർ മൈനസ് 1/√2 സ്ക്വയർ ഒരേ പോലത്തെ സംഖ്യകൾ കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ എന്താണ്? കോസ് 2 തീറ്റ കണ്ടപ്പോഴും 0 ആണ്, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടപ്പോഴും 0 ആണ്. അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടിയത്? കോസ് 2 തീറ്റ ഈക്വൽ ടു ആണ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത്. എന്തായിരുന്നു പ്രോബ്ലം? തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തീറ്റയുടെ വാല്യൂ ഈ രണ്ട് സമത്തിൻ്റെ ഇങ്ങേ സൈഡിലും സമത്തിൻ്റെ അങ്ങേ സൈഡിലും കൊടുത്തു നോക്കുക. രണ്ടും ഒരേ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ തീറ്റ 45 ഡിഗ്രിയാണ്, ആ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി കോസ് 2 തീറ്റയിൽ കൊടുത്തു. കോസ് 2 × 45 കോസ് 90 അത് 0.
അപ്പോൾ കോസ് 2 തീറ്റ 0 ആണെന്ന് കിട്ടി. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അതിലും നമ്മൾ തീറ്റ 45 കൊടുത്തു. കോസ് സ്ക്വയർ 45 മൈനസ് സൈൻ സ്ക്വയർ 45. കോസ് 45 1/√2 ആയിരുന്നു. അപ്പോൾ കോസ് സ്ക്വയർ ആകുമ്പോൾ 1/√2ൻ്റെ സ്ക്വയർ മൈനസ് സൈൻ 45 1/√2 ആയിരുന്നു. സൈൻ സ്ക്വയർ 45 ആകുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ. ഒരേ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ 0 കിട്ടും. അപ്പോൾ കോസ് 2 തീറ്റയും 0 ആണ്, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയും 0 ആണ്. അതുകൊണ്ട് അത് രണ്ടും ഈക്വലാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.